തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരി ആക്രമിച്ച് ഭക്ഷിച്ച പുലി പിടിയിലായി. നരഭോജി പുലി കൂട്ടിലാക്കപ്പെടുകയായിരുന്നു. തമിഴ്നാട് റവന്യൂ വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി പെട്ടുപോയത്. 24 ആദ്യം സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ഈ ബ്രേക്കിംഗ് വാർത്തയുമായി നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയ പുലിയാണല്ലോ ഇപ്പോൾ കൂട്ടിൽ അകപ്പെട്ടത്. തീർച്ചയായും 6 വയസ്സുകാരിയുടെ ജീവൻ കവർന്ന പുലി ഒടുവിൽ കൂട്ടിലായിരിക്കുന്നു. ഈ പച്ചമല എസ്റ്റേറ്റിന് സമീപം, അതായത് ഈ കുട്ടിയുടെ വീടിരിക്കുന്നതിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് പുലി എത്തിയിരിക്കുന്നത്. വീണ്ടും ഇര തേടി ഈ പാടിക്ക് സമീപം എത്തിയതായിരുന്നു പുലി. അതിനിടയിലാണ് വനംവകുപ്പ് സ്ഥാപിച്ച ഈ കെണിയിൽപ്പെട്ട് പുലി ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ 6 വയസ്സുകാരി റോഷ്നി വീടിന്റെ അടുക്കള വരാന്തയിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ഈ പുലി ഈ കുട്ടിയെ കടിച്ചുകൊണ്ടു പോകുന്നത്. പിന്നീട് രാത്രിയെല്ലാം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും എല്ലാം ചേർന്ന് വലിയ രീതിയിൽ തെരച്ചിൽ നടത്തി. പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഒരു പാറയിടുക്കിൽ നിന്ന് പിറ്റേ ദിവസം 12 മണിക്കാണ് ഈ കുട്ടിയുടെ പകുതി ശരീരം അവിടെ നിന്ന് ലഭിച്ചത്. ബാക്കി പകുതി ഈ പുലി ഭക്ഷിച്ച നിലയിലുമായിരുന്നു. കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത ദയനീയ അവസ്ഥയായിരുന്നു. നമ്മൾ ആ പ്രദേശത്തെത്തി ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളുകളാണ്. അതിന് തൊട്ടു പിന്നാലെ സാധാരണ നിലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഈ അതിർത്തി മേഖലയിൽ നിന്നുള്ളവർ പറയുന്നത്. പക്ഷേ അവിടെ ഒരു മാധ്യമ ഇടപെടൽ ഉണ്ടായതിന്റെ ഭാഗമായി പിറ്റേ ദിവസം തന്നെ അവിടെ ഒരു കൂട് സ്ഥാപിക്കുന്നു. ഈ പുലിയെ പിടിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു. ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തും അതോടൊപ്പം തന്നെ ഈ വീടിന് സമീപവുമായിരുന്നു കൂട് സ്ഥാപിച്ചിരുന്നത്. ഈ വീടിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് ഇപ്പോൾ പുലി അകപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആ പുലിയെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ഇപ്പോൾ തമിഴ്നാട് വനംവകുപ്പ് സ്വീകരിച്ചു വരികയാണ്. എങ്ങോട്ടാണ് മാറ്റുന്നതെന്ന് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. വനത്തിൽ തുറന്നു വിടണം എന്നൊരു നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. അതേസമയം ഈ ഏതെങ്കിലും ഒരു മൃഗശാലയിലേക്ക് ഉൾപ്പെടെ മാറ്റുന്നത് പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.